ശരീരം തളർന്ന് നാലു ചുവരിൽ ഒതുങ്ങിപ്പോയവർക്ക് എല്ലാവരെയും പോലെ പുറം ലോകം അറിയാൻ കഴിയണം. ആരാധനാലയങ്ങളും അവരുടേതു കൂടിയാണ്. വിശ്വാസികൾക്ക് പ്രാർത്ഥന കൂടുതൽ ഏകാഗ്രത നൽകുന്നു. ശരീരം തളർന്നതിനൊപ്പം മനസ്സും തളരാതിരിക്കാനാണ് മലപ്പുറം പരപ്പനങ്ങാടിയിലെ സോഫ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവർക്ക് വീൽചെയർ സൗഹാർദ്ദ പള്ളി ഒരുക്കിയത്. തടസ്സമില്ലാതെ കയറിപ്പോകുന്നതിന് റാമ്പുകളും ഒരുക്കി. സംസ്ഥാനത്തെ ആദ്യത്തെ വീൽചെയർ സൗഹാർദ്ദ പള്ളിയാണിത്. സാധാരണഗതിയിൽ വീടുകളിലെ ഉള്ളിൽ മാത്രം ഒതുങ്ങി കിടക്കുന്ന ആളുകൾക്ക് ആരാധനയ്ക്ക് സൗകര്യപ്പെടുത്തുന്ന രീതിയിൽ പള്ളികളിലും അമ്പലങ്ങളിലും ചർച്ചുകളിലും ഇതുപോലെ റാമ്പുകൾ വെച്ച് അവർക്ക് സൗകര്യപ്പെടുത്തുകയാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ പലരും മുഖം തിരിഞ്ഞു നിന്നപ്പോൾ സോഫ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് അതിനെ നേതൃത്വം ഏറ്റെടുക്കുകയും അങ്ങനെ കേരളത്തിൽ തന്നെ മാതൃകയാകുന്ന രീതിയിൽ നമ്മൾ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമസ്കാരത്തിന് മുമ്പ് ശരീരശുദ്ധി വരുത്താൻ പൈപ്പുകളും വെള്ള ടാങ്കുകളും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാത്തിനുമുപരി ഇവരെ സഹായിക്കാൻ സദാ സന്നദ്ധരായ വളണ്ടിയർമാരും ഇവിടെയുണ്ട്. സ്ത്രീകൾക്കും നമസ്കരിക്കുവാനും പ്രാർത്ഥിക്കാനുമുള്ള സൗകര്യവും അംഗങ്ങൾ ഏർപ്പെടുത്തി. ഈ ഒരു വിഭാഗം ആളുകൾ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, അവർ സമൂഹത്തോടൊപ്പം ചേരേണ്ടവരാണ്. അത് ആരാധനകളാണെങ്കിലും ആഘോഷങ്ങളിലാണെങ്കിലും മറ്റെല്ലാ അവസരങ്ങളിലാണെങ്കിലും സമൂഹത്തോടൊപ്പം ചേരേണ്ടവരാണ് എന്നൊരു സന്ദേശമാണ് ഇന്നത്തെ ഈ ഒരു പരിപാടിയിലോട് കൂടി ഇവിടെ നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്. പലപ്പോഴും അവഗണനയിൽ കഴിയുന്ന ഇവർക്ക് വലിയ കൈത്താങ്ങാണ് ട്രസ്റ്റിന്റെ ഈ പ്രവർത്തനം. വീൽചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആരാധനാലയങ്ങളും പൊതുയിടങ്ങളും കാലങ്ങളായിട്ട് വീൽചെയറിലിരിക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യകതയാണ്. ഒരു മാറ്റത്തിൻ്റെ വലിയ തുടക്കമാണ് ഇന്ന് സോഫ്റ്റ് ക്യാമ്പസിലെ ഈ മസ്ജിദിൽ സംഭവിച്ചിട്ടുള്ളത്. അമ്പലങ്ങളിലും ചർച്ചുകളിലും മറ്റു പള്ളികളിലും ഇവർക്ക് കടന്നു ചെല്ലാനാകണം. പരപ്പനങ്ങാടിയിലെ സോഫ്റ്റ് ക്യാമ്പസ് മസ്ജിദ് മറ്റുള്ളവർക്ക് കൂടി വലിയ മാതൃക ഒരുക്കുന്നുണ്ട്. പരപ്പനങ്ങാടിയിലെ സോഫ്റ്റ് ക്യാമ്പസ് മസ്ജിദ് മറ്റുള്ളവർക്ക് കൂടി വലിയ മാതൃക ഒരുക്കുകയാണ്. ഷമീമ സലാം, മാതൃഭൂമി ന്യൂസ്, തിരൂർ.